വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുകയാണെന്ന് രമേശ് ചെന്നിത്തല. വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ നിലമ്പൂരിൽ UDF പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായെന്നും രമേശ് ചെന്നിത്തല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പര്യായമാണെന്ന് ബെന്നി ബെഹനാൻ MP. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇങ്ങനെ അവകാശപ്പെടാനില്ല. ഒറ്റപ്പാലത്ത് P. ബാലൻ അനുസ്മരണ സമ്മേളനം. മാത്തൂരിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം. 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ആദ്യമായി ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് 5 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുകയാണെന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയം, വികസനം എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി LDF-നൊപ്പം നിൽക്കുമ്പോൾ നല്ലവരും UDF-നൊപ്പം നിൽക്കുമ്പോൾ മോശക്കാരുമാണെന്ന് മുഖ്യമന്ത്രി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. CPM-ന്റെ എല്ലാ വിധത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല, സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല, സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നില്ല. മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. വർഗീയ പ്രചരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല. മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF-നെ പിന്തുണയ്ക്കും, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന വിശ്വാസമാണ് എനിക്ക്. ഇല്ല, അത് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടുള്ളത് CPM-ആണ്. കഴിഞ്ഞകാല ചരിത്രം എല്ലാവർക്കും അറിയാം. അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവർ, അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണച്ചാൽ അവർ വർഗീയവാദികൾ. ആ നിലപാട് വേണ്ട, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി പ്രവർത്തകർക്ക് ഊർജം വർദ്ധിച്ചു. ആര്യാടൻ ഷൗക്കത്ത് മികച്ച വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി UDF വർദ്ധിച്ച ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ചിത്രം മാറാൻ പോകുന്നു. കൂടുതൽ ആവേശത്തോടെ, ശക്തിയോടെ മുഴുവൻ പ്രവർത്തകരും ജനങ്ങളും UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പര്യായമാണെന്ന് ബെന്നി ബെഹനാൻ MP. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ലെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് P. ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് ഗാന്ധി ദർശന്റെയും MP ഗോവിന്ദമേനോൻ സ്റ്റഡി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിലാണ് P. ബാലൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. നമുക്കറിയാം, കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വിഭജന പ്രസ്ഥാനമാണ്. കോൺഗ്രസ് അതിൻ്റെ ആരംഭ കാലഘട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തിയും അതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു തലത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മാത്രം ഒരു സമ്പർക്ക പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിലെ ഇതര പ്രസ്ഥാനങ്ങളുമായി വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു പര്യായമായതുകൊണ്ടാണ്. ഇന്ത്യയിലുള്ള എല്ലാ കാഴ്ചപ്പാടിനെയും, എല്ലാ സംസ്കാരത്തെയും, എല്ലാ ആശയങ്ങളെയും, എല്ലാ ചിന്തകളെയും, എല്ലാ ആചാരങ്ങളെയും, എല്ലാ അനുഷ്ഠാനങ്ങളെയും, എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ വിശാലമായ അടിത്തറയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും സാധിക്കില്ല.
ഗാന്ധി ദർശൻ സംസ്ഥാന പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ഹരിഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. പി ബാലന്റെ സമകാലികരായ VS വിജയരാഘവൻ, മുൻ MP KA ചന്ദ്രൻ, മുൻ MLA PJ പൗലോസ്, SA റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സത്യൻ പെരുമ്പറക്കോട്, അഡ്വക്കേറ്റ് NK ജയദേവൻ, NK ജയരാജൻ, സുരേഷ് തെങ്ങിൻതോട്ടം, മുൻ MLA CP മുഹമ്മദ്, KPCC സെക്രട്ടറി C ചന്ദ്രൻ, പി ബാലന്റെ മക്കളായ ജിത, ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം, 3 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ പള്ളിക്കളം 68കാരി തത്ത, ആലക്കൽ വീട്ടിൽ 67കാരൻ രാജൻ, കണ്ണത്ത് വീട്ടിൽ 85കാരൻ മാധവൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് പന്നിയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ രാജൻ, തത്ത എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിലും മാധവൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. മാത്തൂർ ചുങ്കമദ്ദം തെരുവത്തെ പള്ളിക്ക് മുൻവശത്തുള്ള പത്തീശ്വരൻ കുളത്തിൽ കുളി കഴിഞ്ഞ് പോവുകയായിരുന്ന രാജനെ പതിയാരത്തെ പാലത്തിനു സമീപത്ത് വെച്ചും വീട്ടിൽ നിന്നും റോഡിലേക്കിറങ്ങിയ മാധവനെ ഇതേ സ്ഥലത്ത് വെച്ചുമാണ് പന്നി ആക്രമിച്ചത്. പത്തീശ്വരൻ കുളത്തിൽ കുളിക്കാൻ പോയ തത്തയെ കുളവരമ്പിൽ വച്ചാണ് പന്നി ആക്രമിച്ചത്. ആക്രമണത്തിൽ തത്തയുടെ ഇടതു കൈ തണ്ടയിലെ ഞരമ്പ് മുറിഞ്ഞു. 2 കൈവിരലുകളറ്റു. നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട്. മാത്തൂർ മേഖലയിൽ കാട്ടുപന്നിയുടെ വിളയാട്ടമാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. പാതയോരങ്ങളിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും വ്യാപകമായി വളർന്നു നിൽക്കുന്ന കാട് പന്നികളുടെ വാസസ്ഥലമായിട്ടുണ്ട്. വാഹനങ്ങളുടെ മുന്നിലേക്ക് പന്നിക്കൂട്ടം ചാടി നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാനത്ത് ആദ്യമായി ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയായ വാട്ടർ എഫിഷ്യന്റ് തൃശൂർ തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ULCCയാണ് കോർപ്പറേഷനു വേണ്ടി പദ്ധതി നടപ്പാക്കിയിട്ടുള്ളതെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. പീച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് ശുദ്ധജലമാക്കി തേക്കിൻകാട് മൈതാനത്തുള്ള ഓവർ ഹെഡ് ടാങ്കിലെത്തിച്ച് അവിടെ നിന്ന് 18,500 ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതാണ് വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി. പൂർണ്ണമായി ഓൺലൈനിൽ പരിശോധിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ജലത്തിൻ്റെ വരവിൽ അളവ് കുറഞ്ഞാലും ലീക്കുണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായി ജലമൂറ്റിയാലും ഓൺലൈനായി കണ്ടെത്തി പരിഹരിക്കാൻ കഴിയും. ഇത് നമുക്കറിയാം, ഏറ്റവും വലിയ വാട്ടർ അതോറിറ്റിക്ക് പോലും കേരളത്തിനകത്ത് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് പ്രഥമ ഒരു പദ്ധതി, 300ാമത്തെ കർമ്മ പദ്ധതിയായിട്ടാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കൂടി ഇനി തൃശ്ശൂർ മുനിസിപ്പാലിറ്റി, പഴയ മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം, നല്ല കുടിവെള്ളം കൊടുക്കുന്നതിന് ശുചീകരിച്ച കുടിവെള്ളം കൊടുക്കുകയും വളരെ എഫിഷ്യൻസി, വെള്ളം എവിടെയും പൊട്ടിപ്പോകാതെ ഇതിനകത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വെള്ളം അവർക്ക് ഒരു തുള്ളി വേസ്റ്റ് പുറത്തു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എഫിഷ്യന്റ് പദ്ധതി നടപ്പാക്കുന്നത്. 5.9 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. ULCCയാണ് കോർപ്പറേഷനു വേണ്ടി പദ്ധതി നടപ്പാക്കിയിട്ടുള്ളതെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും വിദ്യാർത്ഥികൾക്കുണ്ടാവണമെന്നും ഒത്തുചേർന്ന് ചർച്ച ചെയ്ത് പഠിച്ചാലേ അറിവുണ്ടാകൂ എന്നും പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു പറഞ്ഞു. മങ്കരയിൽ മഞ്ഞക്കര വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്ന് ബാഹ്യമായ വളർച്ച, 2 ആന്തരികമായ വളർച്ച. ഈ ബാഹ്യമായ വളർച്ചയെല്ലാം ഉണ്ടായത് ആന്തരികമായ വളർച്ച കൊണ്ടാണ്. ഗ്രാമപ്രദേശത്തിൽ ഞാനും ഇതുപോലൊരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഇതിനടുത്തൊരു ഭാരതപ്പുഴയുണ്ടല്ലോ, എൻ്റെ വീടിനടുത്ത് ഒരു കണ്ണപ്പുഴയും. എൻ്റെ ഗ്രാമം ഫോറസ്റ്റിന്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പിന്നോക്കമാണ്. ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലെ ആ കാട് രംഗങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി പത്തിരിപ്പാല, PhD നേടിയ ഡോക്ടർ MR രംജു, ഫുട്ബോൾ കേരള ടീം അംഗം ആകാശ് KP, വടംവലിയിൽ സ്വർണ്ണ മെഡൽ നേടിയ സിനോയ് കൃഷ്ണ എന്നിവരെയും SSLC +2 വിജയികളെയും ഉപഹാരം നൽകി ആദരിച്ചു. മങ്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ A പ്രതാപ്, മങ്കര ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക S അജിത, പ്രഭാഷകൻ VK സുരേഷ് എന്നിവർക്കും ഉപഹാരം നൽകി. CI പ്രതാപ്, S അജിത എന്നിവർ സംസാരിച്ചു. CK ചിന്താമരാശൻ സ്വാഗതവും SV ഹരിദാസൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവാതിരകളി, മെഗാ സ്റ്റേജ് ഷോ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്താലംകുന്ന് വീട്ടിൽ 62 വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 19 രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. എളനാട് ഭാഗത്തു നിന്ന് പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടം. തോട്ടുപാലത്തിന് സമീപം നടന്നു വരികയായിരുന്നു ഗംഗാധരൻ. സാരമായി പരിക്കേറ്റ ഗംഗാധരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത്. ഭാര്യ അംബുജാക്ഷി, മക്കൾ പ്രസാദ്, പ്രമോദ്, പ്രതീഷ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSSPU കോങ്ങാട് യൂണിറ്റ് സമ്മേളനം കോങ്ങാടിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി NP കോമളം ഉദ്ഘാടനം ചെയ്തു. എന്നാലും ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കിട്ടുന്നവരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാലോ, 2024 പെൻഷൻ പരിഷ്കരണം, ശമ്പള പരിഷ്കരണം നടത്തേണ്ടതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇതുവരെയായിട്ടും ആയിട്ടില്ല എന്നത് പറയാം. പക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞൊരു NGO സമ്മേളന സമയത്ത് പറയേണ്ടതായി അത് തരും. അതിന് പ്രത്യേകിച്ച് കമ്മീഷനെ നിയമിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് സമയബന്ധിതമായിട്ട് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് KP ദേവഭൂപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M രാമകൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു. മികച്ച അധ്യാപികയായി തെരഞ്ഞെടുക്കപ്പെട്ട കോങ്ങാട് GUPSലെ സുജാതയെ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസും നാടക നടനും സംവിധായകനുമായ ഗോപിനാഥ് പൊന്നാനിയെ ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടിയും ആദരിച്ചു. ചടങ്ങിൽ A+ നേടിയവരെയും LSS നേടിയവരെയും ജില്ലാ കമ്മിറ്റി അംഗം KK സതീശൻ ആദരിച്ചു. TT വിജയകുമാർ ടീച്ചർ പ്രാർത്ഥന ചൊല്ലി. P ഗോപാലകൃഷ്ണൻ, M കാസിം, P കൃഷ്ണദാസ്, P രാജഗോപാലൻ, PR രാജേശ്വരി, PV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KG നവാബ് ജാൻ സ്വാഗതവും ശുഗപുരം രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള ലഘുനാടകവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ പ്രവേശനോത്സവം നടന്നു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ജാസിയ ബിറാഅത്ത് നടത്തി. മക്ക മസ്ജിദ് സെക്രട്ടറി ഷിഫാബ്, ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റ് പ്രസിഡന്റ് സൈദലവി എന്നിവർ സംസാരിച്ചു. മദ്രസ പ്രധാനാധ്യാപിക സഹല സ്വാഗതവും അധ്യാപകൻ ഉമർ പുലാപ്പറ്റ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മദ്രസ പരീക്ഷയിൽ A ഗ്രേഡ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങളും പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ആ പിതാവിനുണ്ടാവുന്ന ഒരു മാനസികമായ കുളിർമ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മക്കളുമായി, അല്ലെങ്കിൽ തന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച തന്റെ കൂടെയുള്ള വിശ്വാസികളായ ആളുകളെയും കൂട്ടിക്കൊണ്ട് കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപോസ് സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം 19 മൈൽ ഷാലൂസ് കോൺഫറൻസ് ഹാളിലെ K രാധാകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു രാജ്യത്ത് ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാമൂഹ്യമായ സുരക്ഷിതത്വം, മനുഷ്യർക്ക് ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകാനാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വവും ചുമതലയുള്ളത്. ആ ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നതിൽ നിന്ന് ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ പുറകോട്ട് പോകാൻ പാടില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം ഇപ്പോഴും വളരെ വളരെ പ്രയാസത്തിലും കഷ്ടതയിലും മനുഷ്യന്റെ ഭക്ഷ്യഭദ്രത പോലും പൂർണ്ണമായി ഉറപ്പുവരുത്താനാകാത്ത കരയിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോഴും അതിലേക്ക് സഞ്ചരിക്കുന്നുള്ളൂ, പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൽ നസീർ അധ്യക്ഷത വഹിച്ചു. K ജനാർദ്ദനൻ അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി PA സേതുരാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി A കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V മണികണ്ഠൻ, CP ബാലചന്ദ്രൻ, K ബാലഗോപാൽ, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് K അച്യുതൻകുട്ടി, സെക്രട്ടറി A പ്രേമചന്ദ്രൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി P ഹംസ,
കെ ഗോപിനാഥ്, പ്രദീപ്, സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി സെൻട്രൽ പ്രധാന പാതയിലെ വെള്ളക്കെട്ട് നീക്കാൻ ഓവുചാൽ നിർമ്മാണത്തിന് തുടക്കമായി. കുഴൽമന്ദം റോഡിൽ സഹകരണ ബാങ്ക് കെട്ടിടത്തിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. ഓവുചാൽ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കണ്ടെത്തിയതോടെ 10 ലക്ഷം രൂപ ചെലവിലാണ് സ്ഥലത്ത് PWD കൾവർട്ട് നിർമ്മിക്കുന്നത്. 2 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് PWD AE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുകയാണെന്ന് രമേശ് ചെന്നിത്തല. വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ നിലമ്പൂരിൽ UDF പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായെന്നും രമേശ് ചെന്നിത്തല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പര്യായമാണെന്ന് ബെന്നി ബെഹനാൻ MP. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇങ്ങനെ അവകാശപ്പെടാനില്ല. ഒറ്റപ്പാലത്തെ P. ബാലൻ അനുസ്മരണ സമ്മേളനം. മാത്തൂരിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ആദ്യമായി ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് 5 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.